അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇൻ്റർവ്യൂ വിത്ത് എക്സ് എത്തീസ്റ്റ്, മുൻ നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും ഒക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ സീരീസിലാണ്, അതിൻ്റെ ഒരു അടുത്ത എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. ഒരു സഹോദര സമുദായത്തിൽ ജനിക്കുകയും അതിനുശേഷം പിന്നീട് യുക്തിവാദത്തിലൂടെയും കമ്മ്യൂണിസത്തിലൂടെയും എല്ലാം കടന്നുപോയി അവസാനം ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ട GK എടത്തനാട്ടുകര എന്ന് അറിയപ്പെടുന്ന എഴുത്തിലൂടെയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയെല്ലാം പല ആളുകൾക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതയാത്രയിലൂടെ ഒന്ന് കടന്നു പോകാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്വാഗതം. അപ്പോൾ ഒന്ന് എങ്ങനെയാണ് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് ഒരു നിരീശ്വരവാദ അല്ലെങ്കിൽ യുക്തിവാദ ചിന്തയിലേക്കൊക്കെ എത്തിപ്പെടുന്നത്, ആ ഒരു ജേണിയുടെ തുടക്കം എന്തായിരുന്നു? പിന്നെ ശരിക്കും യുക്തിവാദത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്ത മുള പൊട്ടുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു സയൻസ് അധ്യാപകൻ്റെ ചില സ്വാധീനത്തിലൂടെയാണ്. അതായത് ഈ പലപ്പോഴും മനുഷ്യൻ്റെ യുക്തിക്ക് ഇണങ്ങാത്ത ചില വിഷയങ്ങൾ ഭക്തിയിൽ വരുമ്പോൾ അത് തമ്മിലുള്ള ഒരു ചേർച്ചല്ലായ്മ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു, അത് മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ച ഒന്നായിരുന്നു. അതായത് ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അതൊരു നക്ഷത്രമാണ്. പക്ഷെ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു ദൈവമായിട്ട് കാണുന്ന അത്തരം കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ചില കാഴ്ചപ്പാടനുസരിച്ച് അത് ദൈവമാണ്, എന്നാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നക്ഷത്രമാണ്. അപ്പോൾ ഇതിലേതാണ് കൂടുതൽ ശരി? അപ്പോൾ യുക്തി പറയുന്നത് ഈ ഭക്തി പറയുന്നതിനേക്കാൾ ശരി യുക്തി പറയുന്നതാണ്, ഇത് നക്ഷത്രമാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിൽ കാര്യങ്ങളിങ്ങനെ നോക്കിക്കാണാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്ക് ഈ ഭക്തിയിൽ നിന്ന് ഇത്തരം ചിന്തകളിലേക്ക്, യുക്തിപരമായ ചിന്തയിലേക്ക് പോകുന്നത്, മുള പൊട്ടുന്നത് അങ്ങനെയാണ്. അതിന് ശേഷം അതിൻ്റെ ഒരു ആഴത്തിൽ അതിലേക്കുള്ളൊരു സമീപനമുണ്ട്. അത് പിന്നീട് കുറേ കൂടി അങ്ങോട്ട് മുമ്പോട്ട് പോയതിന് ശേഷമാണ്, ഏതാണ്ട് പ്രീ ഡിഗ്രി ആ ഒരു സമയത്തേക്ക് എത്തുമ്പോഴാണ് ആ തലത്തിലേക്കൊക്കെയുള്ള വായനകൾ പോകുന്നത്. അപ്പോൾ ഇത് പൊതുവേ തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, സയൻസ് പഠിച്ചാൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ യുക്തിപരമായി കാര്യങ്ങളെ മുന്നോട്ട് കാണാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വാസം ആയി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ അത് എങ്ങനെയാണ് മനസ്സിലാക്കി? ആ ഒരു സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നൊരു ഒരു ബോധ്യം? അപ്പോൾ ഈ വിഷയത്തിൽ ഇത് ശരിക്കും ഉരുത്തിരിഞ്ഞ് വന്നത് എവിടെ നിന്ന് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതിന് പരിമിതികളുണ്ട്. അതായത് ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാ യുക്തി കൊണ്ട് വിശകലനം ചെയ്യാൻ കഴിയില്ല. കാരണം അതിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് അനുഭവപ്പെട്ടത് ശരിക്ക് നാട്ടിൽ നടന്ന ഒരു ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടാണ്. നാട്ടിൽ കുറച്ച് സാധാരണ നമ്മളുടെ ഈ കല്യാണങ്ങളിൽ മറ്റൊക്കെ നന്നായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ മദ്യപാനിയാണ്. അതായത് എൻ്റെ അയൽവാസി ആയിട്ടുള്ള സുഹൃത്ത് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. ഇതെല്ലാം കൂടി ഇങ്ങനെ കണ്ടപ്പോൾ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന ഒരു ചിന്തയിലേക്ക് ഈ ഒരു സംഭവം ശരിക്കും എന്തായിട്ടുണ്ട്, ജീവിതത്തിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചിന്തിക്കുന്നതിലേക്ക്, അതായത് മനുഷ്യൻ്റെ ഒരു സാധാരണ ഒരവസ്ഥയ്ക്ക് അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലിലേക്ക് നയിക്കാൻ ഈ സംഭവം എന്തായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട് ഈ ഒരു സംഭവം. അത് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ആ ഒരു ചിന്ത കടന്നു വന്നതിന് ശേഷം ഇങ്ങനെ കുറേ വായനയും പഠനവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതിനിടയിൽ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന അത് സ്ഥിരമായിട്ടൊരു സുഹൃത്ത് തരുമായിരുന്നു, അദ്ദേഹം അത് സ്ഥിരമായിട്ട് വായിക്കലുണ്ട്. അപ്പോൾ അതിൽ ഈ സ്വാമി വിവേകാനന്ദൻ്റെ സൂക്തങ്ങളൊക്കെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കുറേ ഈ ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിപ്ലവകരമാണ്. അപ്പോൾ ആദ്യകാലത്ത് ഒരു ഉണ്ടല്ലോ, ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളൊരു അതിൻ്റെ ഒരു വിപ്ലവം ഉണ്ടല്ലോ, അതോടെ ആത്മീയതയുടെ ഒരു തണുപ്പും ഈ വിപ്ലവത്തിൻ്റെ ഒരു ചൂടും കൂടി ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ ചിന്തയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം യുക്തിവാദിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നാട്ടിലുള്ള അബ്ദുൽ അസീസ് സാഹിബുണ്ട്, അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 പുസ്തകങ്ങൾ ആയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഈ സുരേഷ്, അദ്ദേഹം യുക്തിവാദിയാണ്. അദ്ദേഹം ലൈബ്രറികളിൽ നിന്നൊക്കെ പല പുസ്തകങ്ങളും കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളതിരുന്ന് വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും.
അപ്പോൾ അതിനിടയിൽ അസീസ് സാഹിബ് ഇദ്ദേഹത്തിന് 2 പുസ്തകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ഈ അസീസ് സാഹിബിൻ്റെ കയ്യിൽ വേറെയും കുറേ പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം എന്നാൽ കുറച്ച് വായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അസീസ് സാഹിബിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പിന്നെ ഞങ്ങളന്ന് അവിടെ ഒരു പിന്നെ LP സ്കൂളിൻ്റെ തൊട്ടടുത്ത് കള്ള് ഷാപ്പുണ്ട്. ആ കള്ള് ഷാപ്പ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു സമര ഉപ്പ് ശേഖരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഈ വിഷയം അസീസ് സാഹിബിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും എന്ത് ചെയ്തു, അതിനുള്ള എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. മധ്യവർജിക സമിതിയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ അദ്ദേഹവുമായിട്ട് എന്തായി നല്ലൊരു കണക്ഷനായി. ഇതിനിടയിൽ വായനയും അതോടൊപ്പം പല ചർച്ചകളും. അപ്പോൾ ഈ വായനയും ചർച്ചകളും ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ തേടുന്നതെന്തോ അതിങ്ങനെ തേടുന്നത് ഇങ്ങനെ കിട്ടുന്നത് പോലെ ഇങ്ങനെ അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ വായിച്ചിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഈ മൗദൂദ് സാഹിബിൻ്റെ ഇസ്ലാം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗത്ത് എത്തുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ഈ ഉണ്ടല്ലോ ഈ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ. എന്നതുപോലെ തന്നെ ശരിക്കും ഉണ്ടല്ലോ ഈ അത് ബുദ്ധിയല്ല സ്വാധീനിക്കുക, അതേസമയത്ത് ഹൃദയത്തെ സ്വാധീനിക്കുക എന്ന് പറയില്ലേ. ഈ സാധാരണ ഞാൻ പിന്നെയാണ് ചിന്തിച്ചിരുന്നത് ഈ ഇൽമും ഈമാനും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇൽമു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്രയും ചിലപ്പോൾ അറിവുണ്ടായിന്ന് വരും, പക്ഷെ അത് ജീവിതത്തിൽ വരണമെങ്കിൽ അത് ഈമാനായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്ക് ഈ ചിന്ത എന്നതിനപ്പുറത്ത് തലച്ചോറ് മാത്രമല്ല, അതിനപ്പുറത്ത് ഹൃദയത്തെ കൂടി ഒരു സ്വാധീനിക്കുന്ന, അതെങ്ങനെ ഏത് സ്വഭാവത്തിൽ നിന്ന് അതിനെന്തില്ല വർണ്ണിക്കാൻ കഴിയില്ല. കാരണം ഈ അഭൗതിക അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് എന്തുണ്ടാവില്ല, വർണ്ണിക്കാൻ കഴിയില്ലല്ലോ. കാരണം അതിന് അക്ഷരങ്ങൾ ഉണ്ടാവില്ല. ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു അതിനു മുമ്പുള്ള ഒരു ഫേസ്, ഇപ്പോൾ ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ യുക്തിവാദം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകം വിശദീകരിക്കേണ്ടുന്ന ഒരു ടേമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഒരു മതങ്ങളോട് പിന്നെ വിയോജിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യുക്തിപരമായി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു മാനം ഇപ്പോൾ ഒരു യുക്തിവാദി എന്ന് പറയുമ്പോൾ ഈ സമകാലിക സാഹചര്യത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. കുറച്ചൊക്കെ മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറച്ചൊരു ഇടതുപക്ഷ ലൈനിലായിരുന്നു ഒരു യുക്തിവാദം എന്നുള്ളത് പോലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ചും കൂടി ഒരു വലതുപക്ഷ നാസ്തികതയിലേക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മതവിരുദ്ധതയിലേക്കും വെറുപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു യുക്തിവാദ കാലഘട്ടം, ആ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെയായിരുന്നു താങ്കൾ ഉൾക്കൊണ്ടത്? അന്ന് യുക്തിവാദത്തോട്, അതായത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ യുക്തിവാദികളെ ഓരോന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ അവരുടെ എഴുത്തുകളും നിലപാടുകളും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ അതിൽ ഗുണപരമായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം അംഗീകരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് യുക്തിവാദത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് അങ്ങനെയുണ്ട്. കാരണം യുക്തിപരമായ ആ കാലഘട്ടത്തിൽ യുക്തിവാദികൾ അത് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ പിന്നെ ഉള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതുപോലത്തെ ജാതീയത, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് യുക്തിവാദം എന്നുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉണ്ടല്ലോ ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസത്തേക്കാൾ നല്ലത് ഇപ്പോഴും മനുഷ്യന് യുക്തിവാദമാണെന്ന്. കാരണം ഈ അന്ധവിശ്വാസം അതുപോലെ തന്നെ അനാചാരങ്ങൾ അത് സൃഷ്ടിക്കുന്ന മാനവിക പ്രശ്നങ്ങൾ അത് വളരെ ഗുരുതരം. എന്ന് മാത്രമല്ല ഖുർആൻ ശരിക്കും അധികവും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മതങ്ങളെയാണ്. അതിന് കാരണം അത് യഥാർത്ഥ ലൈനിൽ നിന്ന് വഴിതെറ്റിയാൽ പിന്നെ അതെന്തായിരിക്കും, മനുഷ്യനെ നേർമാർഗത്തിലല്ല നയിക്കും. അതുണ്ടാക്കുന്ന ഒരു ദുരന്തം ഉണ്ടല്ലോ. അപ്പോൾ ആ ദുരന്തത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ശരിക്കും യുക്തിവാദത്തിൻ്റെ ഒരു വശമുണ്ട്, അതിൻ്റെ ഒരു തലമുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ പോലത്തെ സംഗതികൾക്ക് എതിരെയുള്ള അതിൻ്റെ നിലപാട്. അപ്പോൾ അന്ന് അത് ശരിക്കും യഥാർത്ഥത്തിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥ സത്യം അറിയുന്നില്ല, എന്നാൽ ഇത് തെറ്റാണെന്നും അറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അതിനെതിർക്കുക എന്നുള്ളൊരു, മതങ്ങൾ എതിർക്കുക എന്ന് പറയുന്നൊരു പൊതു നിലപാടിലാണത്. പിന്നെ അപ്പോൾ അതേ സമയത്ത് ഇസ്ലാമിന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് മുതൽ തന്നെ പിന്നെ ഈ യുക്തിവാദത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ വശങ്ങൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം തന്നെ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു, അതിൽ ആദ്യം തന്നെ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ആദ്യം തന്നെ നിഷേധമാണ്. അങ്ങനെ നിഷേധിച്ചിട്ട് പിന്നെ സ്ഥാപിക്കുന്നുണ്ട് മറ്റൊന്ന്. പക്ഷേ ആ നിഷേധിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ നിഷേധിക്കുന്ന കാര്യങ്ങളിൽ യുക്തിവാദികൾക്കും യഥാർത്ഥ യുക്തിവാദികൾക്കും വിശ്വാസികൾക്ക് യോജിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
പിന്നെ ഇപ്പോൾ രണ്ട് തരത്തിലാണ് ദൈവവിശ്വാസം പൊതുവിൽ ഉള്ളത്. ഒന്ന് പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിലുള്ള വിശ്വാസമാണ്, മറ്റൊന്ന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങളിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ദൈവം സ്രഷ്ടാവും ദൈവങ്ങൾ സൃഷ്ടികളുമാണ്. അപ്പോൾ ഈ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ യുക്തിയുടെ ആവശ്യമില്ല, യുക്തി ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ, സ്രഷ്ടാവിൽ വിശ്വസിക്കണമെങ്കിൽ യുക്തി ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരന്തരമായി ചിന്തിക്കാനും യുക്തി ഉപയോഗപ്പെടുത്താനൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ ഒരു മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങൾ, അതിൽ മനുഷ്യൻ വിശ്വസിക്കണമെങ്കിൽ ഇതിങ്ങനെ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നതനുസരിച്ച് വിശ്വസിച്ച് പോരാണല്ലോ. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ അറിയണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധി യുക്തി ഉപയോഗപ്പെടുത്തി ഇയാൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്. തന്നെ അതിങ്ങനെ പരമ്പരാഗതമായി വരുന്ന പിന്നെ ചിന്തകളെ ചോദ്യം ചെയ്യുകയും യുക്തിപരമായി ചിന്തിക്കാനും നിരീക്ഷിക്കാനും സൃഷ്ടികളെ നോക്കി ആലോചിക്കാനും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സാധാരണ പറയാറുണ്ട് യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള ഒരു കഴിവാണല്ലോ യുക്തി. അതായത് ഇപ്പോൾ കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിനെ അനുമാനിക്കാനുള്ള കഴിവാണ് യുക്തി. ഇത് പുക കണ്ടാൽ അറിയാം എവിടെയോ തീ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മനുഷ്യന് കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഒരു മേശ കണ്ടാൽ മനുഷ്യന് മനസ്സിലാവുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ആശാരിയുടെ കരവിരുതുണ്ട്. പക്ഷേ ഇത് ഈച്ചയ്ക്കും പൂച്ചയ്ക്കും മേശ ഉണ്ടെന്നറിയാം, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ആശാരിയുടെ കരവിരുത് ഉണ്ടെന്ന് അവയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ മനുഷ്യനത് കഴിയും. ഈ കഴിവ് വെച്ചുകൊണ്ട് മനുഷ്യൻ മേശ നോക്കിയാൽ അതിൻ്റെ പിന്നിൽ ഒരു ആശാരി ആണല്ലോ. ഒരു ഗ്രന്ഥം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവ്, ഒരു ശില്പം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ശില്പി, സൃഷ്ടികളെ കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ്. വളരെ ലളിതമായ യുക്തിയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ വേറെ ഇതല്ലാത്ത വേറൊരു വഴിയും ദൈവത്തെ അറിയാൻ ഇല്ല. പിന്നെ പ്രവാചകന്മാരുടെ സാക്ഷ്യമുള്ളത്. പക്ഷേ ഇത് സൃഷ്ടികളെ നോക്കിയാൽ തന്നെ മനുഷ്യൻ എന്താക്കാൻ പറ്റും? മനസ്സിലാവുന്ന ഒരു വസ്തുത യാഥാർത്ഥ്യവുമാണ് ഈ സൃഷ്ടമായ ദൈവത്തെക്കുറിച്ചുള്ള. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും ഇതിനെ വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് സൃഷ്ടികളെ നോക്കി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. അതിലൊന്ന് സൃഷ്ടാവായ ദൈവത്തിൻ്റെ അസ്തിത്വമാണ്, മറ്റൊന്ന് പിന്നെ ദൈവത്തിൻ്റെ ഏകത്വമാണ്, മറ്റൊന്ന് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇത് 3ഉം ഈ സൃഷ്ടികളെ നോക്കി മനുഷ്യനിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ബോധ്യപ്പെടും. ഇതിന് കെട്ടുകഥകളോ പഴംപുരാണങ്ങളോ ഒന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. മനുഷ്യൻ ജനിച്ചത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി പ്രപഞ്ചം, ഇതിലത്തെ യാഥാർത്ഥ്യങ്ങൾ നോക്കി ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന സത്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ അനുഭവം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 7ാം ക്ലാസ്സിലെ ഒരു അധ്യാപകൻ്റെ ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളൊരു അത്തരത്തിലൊരു ഇൻപുട്ടാണ് അത്തരമൊരു ചിന്തയിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ നാസ്തികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളിലും ഈ ഒരു കാര്യം കാണാൻ പറ്റും. ഇപ്പോൾ ഭരണഘടനയിലുള്ളൊരു കാര്യമാണ് സയൻറ്റിഫിക് ടെമ്പർ പിന്നെ ആളുകളിലേക്ക് കൂടുതലായി എത്തിക്കുക, അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവം എന്ന് പറയുന്നത് ഭൗതികമായി മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. സയൻറ്റിഫിക് ടെമ്പർ മീൻസ് അത് മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കോ എതിരായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സയൻസ് അഗെയിൻസ്റ്റ് റിലീജിയൻ, സയൻസ് ഒരിക്കലും മതവുമായി പൊരുത്തപ്പെട്ടു പോവില്ല എന്ന ഒരു ചിന്ത. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു വളരെ ചെറിയ പ്രായം തൊട്ടേ തന്നെ ഒരുപക്ഷെ അത്തരം ചിന്തയുള്ള അധ്യാപകർ കുട്ടികളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത്? അതിൽ പിന്നെ അപ്പോൾ ഈ വിഷയം നേരത്തെ തന്നെ എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്ന വിഷയം. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത്, സുഹൃത്തുക്കളെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ വരുന്നൊരു വിഷയമാണ് ഈ ശാസ്ത്രവും അതുപോലെ തന്നെ അതിനപ്പുറത്തുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഈ അഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്. അപ്പോൾ അഭൗതിക കാര്യങ്ങൾ ശാസ്ത്രം തെളിയിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒരു സങ്കല്പം കെട്ടുകഥ എന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ അത് എല്ലാത്തിനെയും എന്ത് ചെയ്യേണ്ടതില്ല, തള്ളിക്കളയേണ്ടതില്ല. കാരണം അങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ, അതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ സൂര്യൻ അത് ശരിക്ക് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമായി കാണുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അത് അങ്ങനെയല്ല, അതിനപ്പുറത്ത് അതൊരു നക്ഷത്രം മാത്രമാണ് എന്നുള്ള. അപ്പോൾ ഈ അർത്ഥത്തിൽ ശാസ്ത്രവിരുദ്ധമായ ഇത്തരം കാഴ്ചപ്പാടുകളുണ്ട്. മാത്രമല്ല അത്തരം കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ മനുഷ്യജീവിതത്തെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ റൂമിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുക, ഒരു കുറുക്കൻ ഇങ്ങനെ ഓരിയിടുന്നു, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടെന്ന് വിചാരിക്കുക. ഒരു അന്ധവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരിക്കും? ഒരു ഭൂതപ്രേതാദി ഇങ്ങനെയൊക്കെ ചിന്തകളുള്ള ആൾക്ക് ഭയങ്കര ആവശ്യമില്ലാത്തൊരു ഭയം.
പക്ഷെ അതേസമയത്ത് പിന്നെ അത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് തരത്തിൽ ആ ഭയം ഇല്ലാതെ ആവും. ഒന്ന്, ഒരാൾ യഥാർത്ഥ യുക്തിവാദിയായാൽ ആ ഭയം പോകും, കാരണം അതിലൊന്നും വിശ്വാസം ഉണ്ടാവും. മറ്റൊന്ന്, യഥാർത്ഥ സത്യവിശ്വാസിയായാലും ഈ ഭയം പോകും. ദൈവമല്ലാതെ മറ്റൊല്ല ഒന്നും കഴിയില്ല എന്നുള്ള ഒരു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിലെന്തില്ല. ഇങ്ങനെയുള്ള കുറേ തലങ്ങളുണ്ട്. പിന്നെ അപ്പോൾ അതേ സമയത്ത് ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടല്ലോ ശാസ്ത്രം എന്ന് പറയുന്ന ഒന്നും, അതുപോലെ തന്നെ ഈ അതിഭൗതികമായിട്ടുള്ള ആത്മീയമായ കാര്യങ്ങളും, ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ല, അതിന് പകരം പരസ്പര പൂരകമാണ്. അത് ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടല്ലോ, ഖുർആനിൽ ആദ്യമായി പറയുന്ന കാര്യം, പ്രവാചകനോട് ആദ്യം കൽപ്പിക്കുന്നത് വായിക്കാനാണല്ലോ. പിന്നെ അപ്പോൾ വായിക്കാൻ പറയുന്നതിൻ്റെ പിന്നിൽ ഉറപ്പാണ് ഈ വായനയിലൂടെയാണ് മനുഷ്യന് അറിവ് നേടുന്നത്. മനുഷ്യന് അറിവ് ആവശ്യമാണ്, കാരണം മനുഷ്യൻ്റെ പ്രത്യേകത പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗമിക്കുന്ന ജീവിയാണ്. പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരവസ്ഥ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊരു സ്ഥിരമായൊരു സ്വഭാവത്തിൽ ഇങ്ങനെ പുരോഗമിക്കുന്നില്ല. മനുഷ്യൻ അതിൻ്റെ പ്രകൃതത്തിൽ പോവുക ചെയ്യുന്നത്. മനുഷ്യൻ പക്ഷേ അങ്ങനെയല്ല. ഇവൻ പുരോഗമിക്കുന്ന ജീവി ആയതുകൊണ്ട് തന്നെ ഇവൻ എന്ത് വേണമെന്ന് വെച്ചാൽ അറിവ് ആവശ്യമാണ്. അപ്പോൾ ഈ അറിവ് നേടാനുള്ള ഒരു ആഹ്വാനം ഉണ്ട്. പക്ഷെ അറിവുള്ളത് കൊണ്ട് മാത്രം മനുഷ്യൻ എന്താവില്ല, യഥാർത്ഥ മനുഷ്യനാവില്ല. ഇപ്പോൾ സാധാരണ പറയലുണ്ട്, പിന്നെ ഈ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ടല്ലോ ഒരു സമയത്ത്, ഇത് വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോൾ ഇത് അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, വായിച്ച് വളർന്നാലാണ് മനുഷ്യൻ വളവില്ലാതെ. ഈ പറയുന്നത് പോലെ ശരിക്കും ഭാഗികമായി മാത്രമേ അതിലെന്തുള്ളൂ, ശരിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കാണുന്ന ചില വാർത്തകൾ വെച്ച് വിശകലനം ചെയ്താൽ, ഇപ്പോൾ വായിക്കാതെ ഒരാളും ഡോക്ടറാവുന്നില്ലല്ലോ, അറിവില്ലാതെ ഒരാളും ഡോക്ടറാവുന്നില്ല. പക്ഷേ പത്രത്തിൽ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഡോക്ടർ രോഗിയുടെ വൃക്ക മാറ്റിവെച്ചു എന്നല്ല, അടിച്ചു മാറ്റിയെന്നാണ്. അപ്പോൾ ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്തതല്ല പ്രശ്നം. ഇപ്പോൾ വായിക്കാതെ ഒരാൾ അധ്യാപകനാവുന്നില്ല, വായിക്കാതെ ഒരാളും അധ്യാപകനാവില്ല, അറിവുള്ളവനാണ് അധ്യാപകനാവുന്നത്. അപ്പോൾ പക്ഷെ പത്രത്തിൽ വാർത്തയായിട്ട് വരുമ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പഠിപ്പിച്ചു എന്നല്ല, പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ അക്ഷരത്തെറ്റ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ അറിവില്ലായ്മല്ലത്. അപ്പോൾ മനുഷ്യന് അറിവിനപ്പുറത്തൊരു തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ തിരിച്ചറിവ് നൽകുക യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രത്തിന് നൽകാൻ കഴിയുന്ന ഒന്നല്ല. ഈ തിരിച്ചറിവ്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യുക്തിയും ബുദ്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അറിവിൻ്റെ ലോകമാണ്. അത് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിക്കുള്ളതാണ്. തിരിച്ചറിവ് മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിക്കുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ വേറെ തന്നെ. അപ്പോൾ അതിന് സാധാരണ പറയാറുള്ള മറ്റൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണ്, ഇത് ഒരറിവാണ്. പക്ഷേ അത് എനിക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റാരുടേതോ ആണ്. ഇതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ അറിവുള്ളവൻ എന്തായി മാറും? കള്ളനായി മാറും. അല്ലെങ്കിൽ ഒരു ഉരുള ചോറിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്ന് ശാസ്ത്രത്തിന് പറയാൻ പറ്റും. പക്ഷെ അത് വിശക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ അതൊരു നന്മയാണ് എന്നുള്ളത് അത് പഠിപ്പിക്കില്ല. അത് ശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വരുന്നതല്ല അത്. അപ്പോൾ അതുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് ആ ഒരു ലൈനിൽ തന്നെയല്ലേ ഈ ശാസ്ത്രത്തെ മാത്രം അവലംബിച്ച് എന്നൊരു സ്വഭാവത്തിൽ കാര്യങ്ങൾ മൊത്തം നോക്കിക്കാണാൻ തുടങ്ങിയാൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ സ്വന്തം ഉമ്മയെ കാണുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ കാണുമ്പോൾ അത് ഒരു സ്ത്രീയാണെന്നതൊരറിവാണ്. പക്ഷെ അത് സ്ത്രീ മാത്രമല്ല, അത് എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഉമ്മയാണ്. ഇത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സ്ത്രീ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ സമീപനങ്ങൾ മാറും. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അധാർമികതയിലേക്ക് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനൊന്നും പറയാനുണ്ടാവില്ല ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രമല്ല പറയേണ്ടത്, ശാസ്ത്രത്തിൻ്റെ വിഷയമല്ല അത്. ശാസ്ത്രത്തിൻ്റെ വിഷയം ഭൗതിക കാര്യങ്ങളാണ്. അത് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിക്ക് അത് അനിവാര്യവുമാണ്, ആവശ്യവുമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഷയത്തിൽ അറിവ് നേടുന്നതിന് എന്തുണ്ട്? നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം ഈ ആദ്യത്തെ വാചകത്തിൽ തന്നെ ഉണ്ടല്ലോ, വായിക്കുന്നതിന് ഉപാധി നിർണ്ണയിച്ചു. ലൈക്കറ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, അതായത് നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കണം. അപ്പോൾ ദൈവനാമത്തിലായിരിക്കണം വായന. അതായത് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനം ശരിക്ക് ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന അവബോധമാണ്. ഈ അവബോധം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എന്താകുന്നത്. മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി രഹസ്യ ജീവിതമുണ്ട്, പരസ്യ ജീവിതമുണ്ട്. അരുതായ്മകൾ ചെയ്യുന്നത് രഹസ്യ ജീവിതത്തിൽ. അപ്പോൾ രഹസ്യ ജീവിതത്തിൽ മനുഷ്യൻ സൂക്ഷ്മത പാലിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു അദൃശ്യ മേൽനോട്ടമുണ്ടെന്ന അവബോധം ഇതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അറിവുകളും
എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഒരു ബേസിൽ അപ്പോഴാണ് മനുഷ്യൻ എന്താവുന്നത്, യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും. ഓക്കെ. ഇതിൽ ഈ ഒരു യുക്തിവാദ ഒരു ഫേസിന് അപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റായി അത്തരത്തിലൊരു ഫേസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയി ജീവിക്കുക അല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു? അതെ, അതായത് അത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ആ അർത്ഥത്തിൽ ഉണ്ടല്ലോ ആദ്യകാലത്ത് അങ്ങനെ ആശയത്തെ പഠിച്ചുകൊണ്ടല്ല, പരമ്പരാഗതമായി കുടുംബവും ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് ലൈനിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെയാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചപ്പോഴും ഈ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചു, ഇസ്ലാമിനുമായിട്ട് ഒരു താരതമ്യം നടക്കുന്നുണ്ട്. പിന്നെ ആ താരതമ്യം ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കമ്മ്യൂണിസം മൊത്തം കാര്യങ്ങൾ നോക്കിക്കാണുന്നതും ഇസ്ലാം നോക്കിക്കാണുന്നതും മാത്രമല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ ഉണ്ടല്ലോ, ഇത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു ഈ ആത്മീയമായ കാര്യങ്ങൾ മാത്രം പറയുന്നതിന് അപ്പുറത്ത് ഈ ഭൗതിക ജീവിതത്തെ പിന്നെ സംസ്കരിക്കുന്നതിനുള്ള ധാർമ്മിക നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ആത്മീയത. ഇത് രണ്ടും വേറെയല്ല. അപ്പോൾ ഇത് മൂത്രമൊഴിച്ചാൽ കഴുകുന്നിടത്ത് തുടങ്ങിയിട്ട് രാജ്യം ഭരിക്കുമ്പോൾ നീതിപൂർവ്വം ഭരിക്കുക എന്നുള്ളിടത്ത് വരെ ആയി കിടക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണല്ലോ ശരി. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഈ കമ്മ്യൂണിസവും അതുപോലെ തന്നെ ഇസ്ലാമും തമ്മിലുള്ളൊരു താരതമ്യ പഠനമൊക്കെ പലപ്പോഴും ഇതിൻ്റെ ആ മികവിനെ കൂടുതൽ എന്താക്കിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസത്തിൻ്റെ പരിമിതികൾ, അതായത് മനുഷ്യജീവിതത്തെ സംസ്കരിക്കുന്നിടത്ത് അതിൻ്റെ പരിമിതികൾ. എന്നാൽ ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന ഇത് വ്യക്തിയിൽ മാത്രമല്ല സമൂഹത്തിൽ മൊത്തത്തിലുണ്ടാക്കുന്നതിൻ്റെ പിന്നെ ആ താരതമ്യ പഠനങ്ങളൊക്കെ കൂടുതൽ പിന്നെ സഹായകരമായിട്ടുള്ള സംഗതികളാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഭൗതികതരമായി എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദം കൊണ്ടോ ഒരിക്കലും കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യമല്ല, അതിനപ്പുറത്തേക്കൊരു തിരിച്ചറിവ് വേണം എന്ന ഒരു ചിന്തയിലേക്ക് പൊതുവെ ഇങ്ങനെ വളരെ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന പല ആളുകളും എത്തും. അങ്ങനെ ഒരു ദൈവാസ്തിത്വത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറലായി എന്തൊക്കെ ഉണ്ട് എന്നതിലേക്കൊക്കെ എത്താൻ പൊതുവെ എളുപ്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെയും കുറച്ച് ജേണി മുന്നോട്ടുണ്ടല്ലോ. അതായത് ഭൗതികേതരമായി എന്തോന്ന് ഉണ്ടായാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്കൊരു ഇസ്ലാമിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു ചിന്തകൾ ഏത് രൂപത്തിലായിരുന്നു? പിന്നെ ആ ചിന്തകൾ രൂപപ്പെടുന്നത് ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു അസ്തിത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ വിവേകാനന്ദൻ ഇതൊക്കെ വായിച്ചിരുന്നൊരു കാലം പറഞ്ഞിരുന്നല്ലോ. അതുമുതൽ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഏതാണ്ട് കുറേശ്ശെ ആയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നത് ഈ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള ഇതിലേക്ക് എത്തുന്നതൊക്കെ ഖുർആൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിന്നെ അപ്പോൾ അതേ സമയത്ത് ഈ ദൈവത്തെ അറിയുക എന്നതിനപ്പുറത്ത് ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് അറിയൽ എന്ന് പറയുന്നത് വളരെ അത് അറിയുന്നത് ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ്. മറ്റേത് ഒരു ദൈവത്തെക്കുറിച്ച് മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിന് വേദങ്ങളുടെയും പ്രവാചകന്മാരും ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ പിന്നിലുള്ളൊരു ശക്തിയെ അറിയണമെങ്കിൽ ഏത് മനുഷ്യനും മനസ്സിലാവും. പക്ഷെ മനുഷ്യനും അതും തമ്മിലുള്ളൊരു ബന്ധം അറിയൽ, അപ്പോൾ അതിന് പ്രേരിപ്പിച്ച ഒരുപാട് ഇതുണ്ട്. വായനയ്ക്കിടയിലും മറ്റൊക്കെ ആയിട്ടുണ്ടായ പല കാര്യങ്ങൾ. അതിലൊന്ന് പിന്നെ ഈ ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യനെ ഒരു തമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാവാൻ എന്തായാലും സാധ്യതയില്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ഉദ്ദേശം ഉണ്ടാവും. ഉദ്ദേശം ഉണ്ട് എന്ന് ഉറപ്പാണ്. അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ കാണുന്ന ഓരോ അവയവങ്ങളും ഉദ്ദേശപൂർവ്വം. ഇപ്പോൾ കണ്ണുകൾ കാണാനാണ്, കാതുകൾ കേൾക്കാനാണ്, കാലുകൾ നടക്കാൻ, ഓരോന്നിനും ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ കുറേ അവയവങ്ങൾ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗങ്ങളിലുള്ള ചെറിയ ഉദ്ദേശങ്ങളെക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. അതൊരു തത്വമാണ്. അതായത് അംശങ്ങളിൽ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ സാകല്യത്തിൽ അതിനേക്കാൾ വലിയ ഉദ്ദേശം ഉണ്ടാവും. അതിന് എളുപ്പം മനസ്സിലാവുന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ക്ലോക്കിന് വ്യത്യസ്ത പാർട്സുകളുണ്ട്. ഇപ്പോൾ മണിക്കൂറുകളെ സൂചിപ്പിക്കുന്ന ഒരു സൂചി, സെക്കൻഡുകളെ സൂചിപ്പിക്കുന്ന, അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അപ്പോൾ ഈ വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയ ഭാഗങ്ങളെല്ലാം ചേർത്തൊരു ക്ലോക്ക് ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാവും? ഈ ഭാഗങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ വലിയൊരു ഉദ്ദേശം ആകെ മൊത്തം ക്ലോക്ക് ഉണ്ടാക്കിയതിന് പിന്നിലുണ്ടാവും. പക്ഷേ എന്തിനാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കിയതെന്ന് ക്ലോക്കിന് അറിയില്ല. കാരണം ക്ലോക്കല്ല ക്ലോക്കിനെ ഉണ്ടാക്കിയതെന്നുകൊണ്ട് അതറിയുന്നതായിരിക്കും ക്ലോക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ്. എന്നതുപോലെ മനുഷ്യൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനുഷ്യനറിയില്ല. സ്വാഭാവികമായിട്ട് അത് അറിയുന്നതായിരിക്കും. അത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് അതറിയുക. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് ആര് പറയണം? സൃഷ്ടാവ് തന്നെ പറയണം. വേറെ ആര് പറഞ്ഞാലും ഊഹങ്ങളായിരിക്കും. അപ്പോൾ സൃഷ്ടാവ് തന്നെ പറഞ്ഞാലേ യഥാർത്ഥത്തിൽ ശരിയാവുള്ളൂ. അങ്ങനെ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നിരന്തരമായി പറയുന്നത്. എന്തിനാണ് മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്? അതിൻ്റെ ഉദ്ദേശം ഇതാണല്ലോ ശരിക്കും പറയുന്നത്.
അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ എന്തിനാണ് മനുഷ്യൻ ഇങ്ങോട്ട് സൃഷ്ടിക്കപ്പെട്ടത്, അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ എന്താണ്, ഇത് പഠിപ്പിക്കലാണല്ലോ ശരിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യമാണ് ഈ പ്രവാചകന്മാർ. ഇപ്പോൾ ഇവിടെ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കിടയിലൊന്നും എന്തില്ല, പ്രവാചകന്മാരും വേദങ്ങളൊന്നുമില്ല, അവർ ജീവിച്ചു പോകുന്നുണ്ട്. ഈ മനുഷ്യർക്കിടയിൽ, ബുദ്ധിയും വിവേകമൊക്കെയുള്ള മനുഷ്യർക്കിടയിൽ എന്തിനാണ് പ്രവാചകന്മാർ? ഇത് പലപ്പോഴും ചിന്തയിൽ വന്നൊരു വിഷയമാണ്, എന്തിനാണ് ഈ പ്രവാചകന്മാർ. അപ്പോഴും അതെ, ഈ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ കുറേ പരിമിതികളുണ്ട്. അതായത് പിന്നെ പക്ഷിമൃഗാദികൾ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്, മനുഷ്യനും ജീവിക്കുന്നുണ്ട്. മനുഷ്യൻ ശരിക്ക് മറ്റ് ജീവജാലങ്ങളൊക്കെ അടക്കി ഭരിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരെന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പറയലുണ്ട്, പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പട്ടി ജനിക്കുന്നത് പൂർണ്ണ പട്ടിയായിട്ടാണ്, അല്ല ഒരു കോഴി ജനിക്കുന്നത് പൂർണ്ണ കോഴിയായിട്ടാണ്. അതേസമയത്ത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു പൂർണ്ണ മനുഷ്യനായിട്ടല്ല. ജന്മം കൊണ്ട ഒരാളും എന്താവുന്നില്ല, മനുഷ്യനാവുന്നത് ജന്മം കൊണ്ടല്ല. ഇത് എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ മൊത്തം ജീവജാലങ്ങളുടെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ഉദാഹരണമാണ്, ഇപ്പോൾ നമ്മളൊരു കുളക്കടവിൽ ഒരു താറാവിൻ്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഒരു കുട്ടിയെയും മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യ കുട്ടിയെയും വെച്ചെന്ന് വിചാരിക്കുക കുളക്കടവിൽ. ഈ താറാവിൻ്റെ കുട്ടി എന്ത് ചെയ്യും? പിന്നെ ആ വെള്ളത്തിലേക്ക് ചാടി നീന്തി തുടിച്ചു പോകും. ഈ കഴുതക്കുട്ടി എന്ത് ചെയ്യും? വെള്ളം കണ്ടാൽ തിരിച്ചു പോരും. മനുഷ്യക്കുട്ടി എന്ത് ചെയ്യും? വെള്ളത്തിൽ ചാടി ചത്തുപോകും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താറാവ് കുഞ്ഞിന് ഉള്ളൊരു വിവരം ഉണ്ടല്ലോ, സൃഷ്ടിച്ചപ്പോൾ നൽകപ്പെട്ടൊരു വിവരമുണ്ട് നീന്താനുള്ള, ഇത് ഈ മനുഷ്യക്കുഞ്ഞിനില്ല. അതുപോലെ ആ വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകും എന്നുള്ളൊരു വിവരം ആർക്കുണ്ട്? കഴുതക്കുഞ്ഞിനുണ്ട്. പക്ഷേ ഈ മനുഷ്യക്കുഞ്ഞിനത് ഇല്ല. ഇത് മനുഷ്യൻ്റെ ഒരു പരിമിതിയാണ്. ഇത് മാത്രമല്ല, ഇത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടിയുടെ മുമ്പിൽ മത്തിത്തലയും സ്വന്തം കാഷ്ടവും വെച്ച് കൊടുത്താൽ ഈ പൂച്ചക്കുട്ടി എന്താ ചെയ്യുക? കാഷ്ടം കഴിക്കില്ലല്ലോ, അതിന് പകരം ഈ മത്തിത്തല തന്നെ കഴിക്കുള്ളൂ. അതേസമയത്ത് ഒരു മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ പിന്നെ സ്വന്തം മലവും കുറച്ച് പലഹാരങ്ങളും വെച്ച് കൊടുത്താൽ ഇവൻ എന്ത് ചെയ്യും? ഇത് രണ്ടും കുട്ടി കഴിച്ചാൽ എന്ത് ചെയ്യും? ഇത് ശരിക്കും ഒരു പട്ടിക്കുട്ടി പോലെ എന്ത് ചെയ്യില്ല, സ്വന്തം കാഷ്ടം കഴിക്കില്ല. പക്ഷെ മനുഷ്യനത് ചെയ്യും. അതിൻ്റെ അർത്ഥം വെച്ചാൽ തുടക്കം മുതൽ തന്നെ ആ സന്ദർഭത്തിൽ മനുഷ്യക്കുട്ടിയോട് പറയണത് മോനെ അല്ലെങ്കിൽ മോളെ അരുത് എന്ന് പറയണം. പക്ഷിമൃഗാദികൾക്ക് ഈ അരുത് എന്നുള്ള കാര്യം നേരത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് പക്ഷേ ഈ അരുത് എന്ന കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് വേറെ തന്നെ പഠിപ്പിക്കണം എന്നുള്ളത്. ഈ അരുതുകളാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ എന്താക്കുന്നത്? ഈ അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുക. അല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗാവുകയല്ല ചെയ്യുക. അതിന് സാധാരണ പറയും, ഇപ്പോൾ നമുക്കറിയാലോ, പിന്നെ കാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിശപ്പടങ്ങിയ ഒരു സിംഹവും രണ്ടാമതൊരു മുയലിനെ വെറുതെ കൊല്ലൂല, വെറുതെ വേട്ടയാടില്ലല്ലോ അല്ല. വിശപ്പടങ്ങിയ ഒരു പുലിയും രണ്ടാമതൊരു മാനിനെ വെറുതെ വേട്ടയാടി കൊന്നിടുന്ന ഒരവസ്ഥ ഇല്ല. അതേസമയത്ത് മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയല്ല. വെട്ടിപ്പിടിക്കുന്ന പ്രകൃതമാണ് മനുഷ്യൻ്റേത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഇണചേരൽ എന്ന് പറയുന്ന ഇരതേടലും ഇണചേരലും ഇതൊക്കെ പക്ഷിമൃഗാദികളും മനുഷ്യരിലുണ്ട്. പക്ഷിമൃഗാദികളിൽ അത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഒരു ഈച്ചയും അല്ലെങ്കിൽ കുറച്ച് ഈച്ചകൾ കൂടിയിട്ട് ഒരു പെണ്ണീച്ചയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന പരിപാടിയില്ല. ഈച്ചകളും ഇല്ല, പൂച്ചകളും ചെയ്യുന്നില്ല. പുലികൾ ഒരു പെൺപുലിയെ ഇവരൊക്കെ പാടെ കൂടി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നൊരു പരിപാടി. പക്ഷെ മനുഷ്യനോ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ മണം പറ്റാത്ത പിഞ്ച് കുഞ്ഞുങ്ങളെ മുതൽ 60 കഴിഞ്ഞ് വൃദ്ധകളെ വരെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത് മൃഗീയതയല്ല, ശരിക്കും പൈശാചികതയാണ്. ഖുർആന് പ്രയോഗിച്ച ഉലൈക്കൽ അൻആം ബൽഹും അദല്ല്, അവർ നാൽക്കാലികളെ പോലെയാണെന്ന് നിർത്താതെ ബൽഹും അദല്ല്, അതിനേക്കാൾ മോശപ്പെട്ട ആ ഒരവസ്ഥയിൽ അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മൃഗാവല്ല ചെയ്യുക. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന് നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട് എന്നതാണ്. ആ നിയന്ത്രണങ്ങൾ ആണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ എന്താക്കുന്നത്? യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. ഈ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? അതാണല്ലോ ഈ ഹറാമെന്ന് നമ്മൾ പറയുന്നത്. ഇത് ഹറാമായ കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും എന്താവുന്നത്? മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത്. അതായത് പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത് അവയുടെ നേച്ചർ അനുസരിച്ചാണ്. മനുഷ്യൻ പക്ഷെ മനുഷ്യനാവുന്നത് കൾച്ചർ അനുസരിച്ചാണ്. അത് ശരിക്കും ഇത് ഇങ്ങനെ ചിന്തിച്ച് വരുമ്പം
അതൊരു പക്ഷേ ഒരു സത്യത്തിലേക്കുള്ളൊരു വഴിയാണ് മനുഷ്യൻ്റെ നേച്ചറിനെ കുറിച്ചുള്ള ഈ ചിന്ത. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളൊരു സംവാദത്തിൽ ഒരു വലിയൊരു യുക്തിവാദ ഭാഗത്ത് നിന്ന് കേട്ടൊരു ചോദ്യം തന്നെ കാളപ്രവാചകൻ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. വെച്ചാൽ മറ്റു മൃഗങ്ങളിൽ ഒരു കാളകളിൽ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ആ ഒരു പിന്നെ മൃഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ നേച്ചറിലുള്ള വ്യത്യാസം പോലും പരിഗണിക്കാതെയാണ് പലപ്പോഴും അത്തരം ചിന്തകൾ വരുന്നത് എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഇത് ഈ വശം ചിന്തിച്ചില്ലെങ്കിൽ ആ ചിന്തയ്ക്ക് പ്രസക്തി ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് വളരെ കൃത്യമായിട്ട് എന്താവുന്നത്. അപ്പോൾ ആവശ്യമാണ് മനുഷ്യനാവണമെങ്കിൽ ആവശ്യമാണ്. ഇതിന് കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു കാര്യമുണ്ട്. അത് ഈ കുറച്ച് മുമ്പ് ഒരു വർഷങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. ഈ ഉത്തരഗംഗാതടത്തിലെ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയെ കിട്ടിയൊരു സംഭവം, കുരങ്ങുകൾ വളർത്തിയ ഒരു കുട്ടിയെ കിട്ടിയൊരു സംഭവം അല്ലെ, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. പ്രകൃതം എന്ന് പറഞ്ഞാൽ പത്രങ്ങളിലൊക്കെ വന്നിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പ്രകൃതം ഈ ചേഷ്ടകൾ, പെരുമാറ്റങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത് വരെ മുട്ടുകുത്തി, മൃഗങ്ങളുടെ ചേഷ്ടകൾ മറ്റുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ, ഈ പത്രങ്ങളിൽ വാർത്തകളൊക്കെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ ഇതിന്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ. അതായത് ഈ കുരങ്ങുകൾ വളർത്തിയ ഈ മനുഷ്യക്കുട്ടി എന്തുകൊണ്ട് മനുഷ്യപ്രകൃതത്തിൽ വളർന്നില്ല? അതേസമയത്ത് മനുഷ്യൻ വളർത്തുന്ന ഒരു കുരങ്ങിൻ്റെ കുട്ടി എന്തായിട്ടാണ് വളരുക? പൂർണ്ണ കുരങ്ങായിട്ട്. നമ്മൾ വളർത്തുന്ന ഒരു കോഴിക്കുട്ടി എന്തായിട്ട് വളരും? പൂർണ്ണ കോഴിയായി വളരും. നമ്മൾ വളർത്തുന്ന ഒരു കുട്ടി പൂർണ്ണ പട്ടിയായി വളരും. പക്ഷെ കുരങ്ങുകൾ വളർത്തിയ മനുഷ്യക്കുട്ടി മനുഷ്യപ്രകൃതത്തിൽ വളർന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മം കൊണ്ടല്ല മനുഷ്യനാവുന്നത്. അപ്പോൾ മനുഷ്യനാക്കാനുള്ള കൾച്ചർ പഠിപ്പിക്കുകയാണ് ആര് ചെയ്തത്? ദൈവം പ്രവാചകന്മാർ നിയോഗിച്ചു. അത് മനുഷ്യൻ ജീവിതത്തിൽ എവിടെ ഫിറ്റ് ചെയ്യുന്നു, എവിടെ സ്വീകരിക്കുന്നു, അവിടെയൊക്കെ എന്തായിരിക്കും മനുഷ്യൻ എന്ന നിലയ്ക്ക് അവൻ. അതിപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇപ്പോൾ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതൊക്കെ മനുഷ്യൻ സ്വീകരിക്കുന്നു അവിടെ അതനുസരിച്ചൊരു കൾച്ചർ, അല്ലെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കാൻ പറ്റാത്ത ഒരു കൾച്ചർ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ സാധാരണ പറയൽ, ഇപ്പോൾ മൂത്രം ഒഴിക്കുക എന്നുള്ളത് എന്താണ്? മനുഷ്യൻ്റെ ഒരു പക്ഷിമൃഗാദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൂത്രം ഒഴിക്കുന്നുണ്ട്. പക്ഷെ കഴുകുക എന്നുള്ളത് എന്താണ്? മറ്റേത് നേച്ചറാണ്. കഴുകുക എന്നുള്ളത് എന്താണ്? കൾച്ചറാണ്. അത് ഉണ്ടാക്കുന്നൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പിന്നെ യുക്തിവാദത്തിലേക്ക് പോയ ഒരു സുഹൃത്തായിട്ട് ആയിട്ട് സംസാരിക്കാൻ അന്ന് മറ്റേ അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൂടെ വന്ന അദ്ദേഹത്തിനൊരു ബന്ധമുണ്ട്. അപ്പോൾ നേരത്തെ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, പിന്നെ യുക്തിവാദത്തിലേക്ക് പോയതാണ്. അപ്പോൾ ഇദ്ദേഹം സങ്കടത്തോടു കൂടി പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുപ്പരിങ്ങനെ നിരീക്ഷിക്കും കാര്യങ്ങൾ. ഇപ്പോൾ മൂത്രമൊഴിച്ചാൽ കഴുകലില്ലാന്ന്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് കഴുകുക. അപ്പോൾ ഇത് കൾച്ചറിൽ നിന്ന് പോവാണല്ലോ. അപ്പോൾ അതിലൂടെ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂത്രമൊഴിച്ചാൽ കഴുകാതിരിക്കുന്നതോടുകൂടി അണ്ടർവിയർ വൃത്തികേടാവുക എന്നുള്ളത് തുടങ്ങും. പിന്നെ അവിടെ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും എന്തായിരിക്കും? ഈ വിലക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും, ചെയ്യാൻ പറഞ്ഞ കുറേ. ഇതൊക്കെ ഉപേക്ഷിക്കുന്നതോടുകൂടി പിന്നെ സംഭവിക്കുക, അതിൻ്റെ എല്ലാ ആളുകളും അങ്ങനെ ആവുന്നല്ല. അതേസമയത്ത് അങ്ങനെ ആവാൻ മനുഷ്യന് എന്തുണ്ട്? സാധ്യതകളുണ്ട്. അപ്പോൾ മദ്യപിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിശ്വാസിയാകുമ്പോൾ മദ്യപിക്കാൻ പറ്റില്ലല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വിശ്വാസം ഉപേക്ഷിച്ച ഒരാൾക്ക് മദ്യപിക്കാം. അപ്പോൾ അതൊരു സാധ്യതയാണ്. നമ്മൾ പറയുമ്പം ഇപ്പോൾ വിശ്വാസമില്ലാത്ത എല്ലാവരും മദ്യപാനികളാണ്, വ്യഭിചാരികളാണ്, അങ്ങനെയല്ല. അതിന് സാധ്യത ഉണ്ട്, സാധ്യത കൂടുതലാണ്. കാരണം അവിടെ വിലക്കൊന്നുമില്ല, അവർ സ്വയം തീരുമാനിക്കലാണ്. അവർ ചെയ്യാതിരിക്കണം എന്നുള്ള കാരണം അവർ കൊണ്ടു നടക്കുന്ന ആശയമല്ല അവരെ നയിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു യുക്തിവാദത്തിലേക്ക് പോയ ഒരാൾക്ക് മദ്യപിക്കുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യും. അതിന് ഉത്തരവാദി ആരല്ല? യുക്തിവാദമല്ല, ആ വ്യക്തിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇസ്ലാം തന്നെ യഥാർത്ഥത്തിൽ എന്താണ്? അടിസ്ഥാനപരമായി എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതും തിന്മകൾ എതിരും. ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇത് വളരെ വളരെ പ്രധാനമാണത്. ഇപ്പോൾ ഇതിൽ ഒരു മനുഷ്യനാക്കുക അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകത, ഇതൊക്കെയാണ് ഈ ഒരു അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായി സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞു. എങ്കിലും ഇപ്പോൾ ഇസ്ലാം മാത്രമല്ലല്ലോ മനുഷ്യനാക്കാന്നോ അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികത പഠിപ്പിക്കാന്നോ ഒന്നും പറയുന്നത്, അല്ലെങ്കിൽ വിമോചനം പഠിപ്പിക്കുക എന്നൊക്കെ അവകാശപ്പെടുന്ന ഇസ്ലാം മാത്രമല്ലല്ലോ, വേറെയും ഒരുപാട് ദർശനങ്ങളുണ്ട്, മതങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത് പിന്നെ അതായത് ഇപ്പോൾ ഈ നന്മ തിന്മ ശരി തെറ്റ് പോലത്തെ വിഷയങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് ഖുർആൻ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിങ്ങനെ ഏതെങ്കിലും ഏകപക്ഷീയമായോ അല്ലെങ്കിൽ സാമുദായികമായോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്നിനെങ്ങനെ കേന്ദ്രീകരിച്ചൊന്നും നിൽക്കുന്ന ഒന്നല്ല. ഈ സന്മാർഗം എന്ന് പറയുന്നത് ശരിക്ക് ഇപ്പോൾ വായു പോലെ, വെള്ളം പോലെ, വെളിച്ചം പോലെ, ഇതൊക്കെ പൊതുവാണല്ലോ, പൊതുവായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. എന്നതുപോലെ ഈ സന്മാർഗം എന്ന് പറയുന്നതും എന്താണ്? അത് പൊതുവായിട്ടുള്ള
ഈ പറയുന്ന സന്മാർഗത്തെ പ്രവാചകന്മാർ ഇപ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി, അതിനു മുമ്പ് ഉള്ള ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്ന പ്രവാചകന്മാരൊക്കെ ഇതേ കാര്യം തന്നെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഖുർആൻ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെ ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്ന് പഠിപ്പിച്ച പിന്നെ അധ്യാപനങ്ങൾ, അതിലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും എന്തുണ്ട്, അവരുടെയൊക്കെ പിന്മുറക്കാരായ സമൂഹങ്ങളായിട്ട് നിലനിൽക്കുന്നവരുണ്ട്. അതിലൊക്കെ ഇപ്പോഴും എന്തുണ്ട്, ശരികളുണ്ട്, സത്യങ്ങളുണ്ട്, നന്മകളുണ്ട്, എല്ലായിടത്തും ഉണ്ടത്. പക്ഷേ അതിലൊക്കെ ഉള്ള ശരികൾ ഭാഗികമാണ്. അതിൽ എന്തില്ല, പൂർണ്ണതയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിലുള്ള എല്ലാ ശരികളെയും ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഖുർആൻ പരിശോധിച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യമാണ്, ഇത് ഈ മുൻകാല കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, മുൻകാല പ്രവാചകന്മാരെക്കുറിച്ച്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബി ഈ അന്ത്യപ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ കാര്യമൊക്കെ അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതിനെ ഓർമ്മപ്പെടുത്താനാണല്ലോ ഇതിങ്ങനെ. അതിൻ്റെ തുടർച്ചയാണിത്, അതിൻ്റെ തുടർച്ചയും പൂർണ്ണതയുമാണത്. അതിനപ്പുറത്ത് ഇത് വേറൊരു സാധനമായിട്ട് ഇങ്ങനെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഇതിലൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഇതിപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ദൈവികമാണെന്ന് വിശ്വസിച്ച് പോരുന്ന വേദഗ്രന്ഥങ്ങൾ ഇവിടെ പല സമൂഹങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ വേദങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന അധ്യാപനങ്ങൾ, അതുമാത്രമല്ല പലപ്പോഴും ഈ ചര്യകളുമായി ബന്ധപ്പെട്ട ചെറുതാണെന്ന് നമ്മൾ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അർത്ഥത്തിൽ ഇങ്ങനെ ചിതറിപ്പരന്ന് കിടക്കുന്നതായി കാണാൻ പറ്റും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാർ ഇവിടെയൊക്കെ വന്ന് ഈ സത്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഖുർആൻ എന്ത് ചെയ്യുന്നു, അതിനംഗീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അതിനംഗീകരിക്കുന്നു. പക്ഷേ അതിലെന്തെന്ന് വെച്ചാൽ ഭാഗികമാണ്, പൂർണ്ണമല്ല. അതിൻ്റെ ഒരു പൂർണ്ണത നമുക്കിതിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അർത്ഥത്തിൽ അത് പൂർണ്ണമാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താവുന്നു, അതിലേക്ക് അങ്ങനെ ഒരു ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ മുസ്ലിമായിട്ടാണ് പിന്നീട് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പല ഫേസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു മുസ്ലിമായ ഫേസും അല്ലാത്തൊരു ഫേസും തങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും ജീവിക്കുമ്പോഴുള്ള ആ ഒരു കാര്യത്തിലൊക്കെ ഉള്ളൊരു വ്യത്യാസം എങ്ങനെയാണ് അനുഭവിച്ചത്? എങ്ങനെയാണ് അതിൽ പിന്നെ ഒരു യുക്തിവാദിയായിരുന്നൊരു കാലമുണ്ടല്ലോ. പിന്നെ അപ്പോൾ ആ കാലവും ഈ കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ഒരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ദിശാബോധം ഉണ്ടല്ലോ. ഒരു അർത്ഥവും ദിശാബോധവും ഇല്ലാതെ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന. പിന്നെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയതോടുകൂടി ജീവിതത്തിന് വളരെ കൃത്യമായ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ കൃത്യമായൊരു മാർഗം, അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദിശാബോധം ഉണ്ടാകുന്നു, ജീവിതത്തിന് അർത്ഥം കൈവരുന്നു, അങ്ങനെ ഉണ്ടല്ലോ. മറ്റത് പലപ്പോഴും ഈ യുക്തിവാദത്തിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ അതിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നുണ്ട്, വെട്ടി നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ നട്ടുപിടിപ്പിക്കാനൊന്നും ഇല്ല എന്നുള്ളത്. വെട്ടി നശിപ്പിക്കലേ നടക്കുന്നുള്ളൂ, നട്ടുപിടിപ്പിക്കൽ ഇല്ല എന്ന പരിമിതിയാണ് അതിലുള്ളത്. അപ്പോൾ അത് അവസാനം അതിൻ്റെ ഒരു പരിമിതി എന്തായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉണ്ടല്ലോ, തെങ്ങിൽ കയറിപ്പോയി മുകളിൽ നോക്കുമ്പോൾ അതിന് തലയില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. ഇതാണ് യുക്തിവാദത്തിൻ്റെ ഒരു പ്രശ്നം. അവസാനം എത്തിപ്പെടുമ്പോൾ അതിന് എന്തുണ്ടാവില്ല എന്ന് വെച്ചാൽ ഒരു കൃത്യമായൊരു ദിശ ജീവിതത്തിന് നൽകാൻ കഴിയാത്ത പരിമിതി. ആ പരിമിതിയിൽ നിന്ന് എന്തായി, ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി പിന്നെ വളരെ കൃത്യമായി. അപ്പോൾ ജീവിതത്തിന് വളരെ കൃത്യമായൊരു ലക്ഷ്യമുണ്ട്, അതുപോലെ കൃത്യമായൊരു മാർഗമുണ്ട്. എന്തിനാണ് ജീവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉത്തരമുണ്ട്. മറ്റത് ഈ ചോദ്യങ്ങൾക്കൊന്നും എന്തില്ല, ഒരു ഉത്തരവില്ല. ഓക്കെ. ഇപ്പോൾ ഇതിൽ താങ്കൾ മറ്റൊരു സമുദായത്തിൽ ജനിച്ച് പിന്നെ ഒരു നിരീശ്വരവാദത്തിൻ്റെ ഒരു ഫേസിലൂടെ കടന്ന് അവസാനം ഇസ്ലാമിലേക്ക് എത്തിയ ഒരാളാണ്. എന്നാൽ അങ്ങനെ തേടിപ്പിടിച്ച് ഇസ്ലാമിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈവൻ ഒരു മുസ്ലിം കുടുംബത്തിൽ തന്നെ ജനിച്ചിട്ട്, അല്ലെങ്കിൽ ആ നിലക്ക് ഇസ്ലാമിലേക്ക് ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമായി എന്നൊക്കെ നമ്മൾ പറയുന്ന രൂപത്തിൽ അത്തരത്തിൽ ജനിച്ചിട്ടും ഈയൊരു വെളിച്ചം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാനോ സാധിക്കാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഈ അത്തരക്കാരെ കാണുമ്പോൾ എന്താണ് തേടിപ്പിടിച്ച് ഇസ്ലാമിലേക്ക് എത്തിയ ഒരാൾ എന്നുള്ള നിലക്ക് എന്താണ് തോന്നുന്നത്? അതിൽ തോന്നുന്നത്, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിന്നെ ഉണ്ടല്ലോ, ശരിക്ക് ഖുർആൻ നമ്മൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞൊരു വിഷയമാണ്. ഈ സന്മാർഗം എന്ന് പറയുന്നത് ഇതൊരു ജനിതക പാരമ്പര്യ പ്രക്രിയയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നല്ല. ഇത് ശരിക്കും മനുഷ്യൻ പിന്നെ ഉണ്ടല്ലോ കണ്ടെത്തി നിലനിർത്തി പോരേണ്ട ഒന്നാണ്. അതിനപ്പുറത്ത് ജന്മം കൊണ്ടല്ല ഒരാളെന്താവുന്നത്, വിശ്വാസിയാവുന്നത്. അതുകൊണ്ട് ഉദാഹരണം തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രം എങ്ങനെ നോക്കിയാൽ പ്രവാചകന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ ഇപ്പം നൂഹ് നബി
വിശ്വാസിയാണ്, പ്രവാചകനാണ്, പക്ഷെ മകനെന്തല്ല പറയുമ്പോൾ പ്രവാചകൻ്റെ മകനാണ്. ഭാര്യയും എന്തല്ല. അതുപോലെ ഇബ്രാഹിം നബി പ്രവാചകനാണ്, പക്ഷേ പിതാവ്. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാരമ്പര്യമായിട്ടല്ല യഥാർത്ഥത്തിൽ എന്താവുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിനെ നോക്കിക്കാണുന്നത് ഒരു പാരമ്പര്യ സമുദായത്തെ നോക്കിയിട്ടാണ് മുസ്ലിങ്ങൾ എന്ന് പറയുക. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ശരിക്കും അങ്ങനെ ഒരു പാരമ്പര്യ സമുദായത്തെ അല്ല യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ സംഗതിയാണ് ഈ വിശ്വാസികൾക്ക് മാതൃകയായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 2 വനിതകളുണ്ട്, നിഷേധികൾക്ക് മാതൃകയായിട്ട് പറഞ്ഞ 2 വനിതകളുണ്ട്. ഇത് അടുത്തടുത്ത് തന്നെയാണ് പറയുന്നത്. ഇത് ഭയങ്കര നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ അത്ഭുതം തോന്നുന്ന, അതായത് വിശ്വാസികൾക്ക് മാതൃകയായിട്ട് പറഞ്ഞത് ഇപ്പോൾ പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരുമല്ല. അതിന് പകരം ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ മാതാവ് മറിയം, ഏത് വിശ്വാസികൾക്ക് മാതൃക ആയിട്ട് പറയുന്നത്. പിന്നൊന്നുള്ളത് ലോകം കണ്ട മഹാ അക്രമികളിൽ ഒരാളായ ഫറോവയുടെ ഭാര്യ, ഏത് വിശ്വാസികൾക്ക് മാതൃക. എന്നാൽ പിന്നെ നിഷേധികൾക്ക് മാതൃക 2 മഹാപ്രവാചകന്മാരുടെ ഭാര്യമാരാണ്. ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യ, മറ്റൊന്ന് നൂഹ് നബിയുടെ ഭാര്യ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസികളെ തിരയേണ്ടത് പ്രവാചകന്മാരുടെ കുടുംബത്തിൽ പോലുമല്ല, അക്രമിയുടെ കൊട്ടാരത്തിലും ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാമുദായികമല്ല ഇതിൻ്റെ. അതിനപ്പുറത്ത് ഇത് ഈ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ വിശ്വാസ സമൂഹം എന്ന് പറയുമ്പോൾ ആരത് അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നു അവരെ അതിൻ്റെ ആളാവുള്ളൂ. അത് ആർക്കും ആവാം, ഏത് സമുദായത്തിൽ പിറന്നവർക്കും അതിൻ്റെ ആളാവാം. ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഒരാൾക്ക് വേണമെങ്കിൽ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ആളാവാം. ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആവാം. മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാൾക്ക് വേണമെങ്കിലും ആവാം. അതേസമയത്ത് അറിയാതെ ഇതിൻ്റെ ആളാവുക എന്ന് പറയുന്നൊരു പരിപാടി, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് അറിഞ്ഞുകൊണ്ടേ ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയുള്ളൂ. അറിയാതെ ആയി പോവുക, ബൈ ചാൻസ് അങ്ങനെയൊന്നുമില്ല, ബൈ ചോയ്സ്. അപ്പോൾ ഏത് സമുദായത്തിൽ പിറന്നവരാണെങ്കിലും തിരഞ്ഞെടുത്ത് ഇതിൻ്റെ ആളുകളാവുക എന്ന് പറയുന്ന മുസ്ലിം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്, അനുസരിക്കുന്നവൻ. അപ്പോൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ ആയി പോകുന്നത് ഈ ഹക്കും ബാത്തിലും സത്യാസത്യം വേറെ തിരിയല്ലോ. അത് ഇന്നിപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന എന്താ വിഷയം, ലോകതലത്തിൽ തന്നെ ഈ അർത്ഥത്തിൽ ഹക്കും ബാത്തിലും ഇസ്ലാമും ജാഹിലിയത്തും സത്യാസത്യം വേർതിരിയാണ്. ഇത് വേർതിരിയുക സാമുദായിക അടിസ്ഥാനത്തിലല്ല. ആരാണോ സത്യത്തിൻ്റെ പക്ഷത്ത് അവരെ അതിൻ്റെ ആളാവും. അത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടൊന്നും സത്യത്തിൻ്റെ പക്ഷത്താവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അരിച്ചെടുക്കൽ എന്ത് ചെയ്യും, പ്രക്രിയ, ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണ് ഈ വിഷയത്തെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതേ സമയത്ത് ഈ വിഷയത്തിൽ സമൂഹത്തോട് ഉണ്ടല്ലോ ഈ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യുക്തിവാദത്തിൻ്റെ ഈ നവനാസ്തിക ഇതിൻ്റെയൊക്കെ പിറകെ പോകുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ട് പോകുന്നവരുണ്ട്. ചില ആളുകൾ താല്പര്യം കൊണ്ട്, കാരണം സ്വന്തം ഇച്ഛയ്ക്ക് അടിപ്പെട്ട മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇച്ഛയെ നിയന്ത്രിക്കാൻ പറയുന്ന ഒരു ദർശനത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലർ പക്ഷേ ശരിക്കും തെറ്റിദ്ധാരണ കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടല്ലോ അങ്ങനെ മാറി ചിന്തിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണ് എന്ന് പഠിക്കുക എന്ന് പറയുന്ന ഇതുണ്ടല്ലോ. പലപ്പോഴും അത് പഠിച്ചുകൊണ്ടല്ല, നമ്മളിപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ അഭിമുഖീകരിക്കാറുണ്ട് വ്യക്തിപരമായിട്ടും മറ്റൊക്കെ ആയിട്ട്. ഇത് പഠിച്ചുകൊണ്ടല്ല അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അല്ലാതെ തന്നെ ഒരു തീരുമാനം എടുത്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ ഇപ്പോൾ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരാൾ അംഗീകരിക്കാൻ തീരുമാനിച്ചാൽ അവൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മയും അതിൽ ഉണ്ട്. അത് അംഗീകരിച്ചാൽ ആ നന്മയുടെ മാർഗ്ഗത്തിൽ അവന് പോകാൻ കഴിയുള്ളൂ, തിന്മയുടെ മാർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം സ്വയം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ലവനാവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാം. എന്തിനുള്ള സാധ്യതകൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു യുക്തിവാദി ആയതിനു ശേഷമാണ് മദ്യം ഉപേക്ഷിച്ചത് എന്ന് പറയുന്ന ഒരാളെയും ഞാൻ ഇതുവരെ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല. അതേസമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ മദ്യം ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ യുക്തിവാദി ആയതിനു ശേഷമാണ് ഞാൻ വ്യഭിചാരം നിർത്തിയത് എന്ന് പറയുന്ന ഒരാളെയും കാണാൻ. അതേസമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ലോകപ്രശസ്തർ വരെ ഉണ്ട് മാറിയെന്ന് പറയുന്നത്. ഇപ്പോൾ യുക്തിവാദി ആയതിനു ശേഷമാണ് ഞാൻ ചൂതാട്ടം നിർത്തിയത്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതേസമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് എത്രയോ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനുഷ്യൻ പൊതുവിൽ തിന്മയായി കാണുന്ന എല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, അവനത്
സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കും, നന്മയുടെ ഒരു വഴിയിലേക്ക്. അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ ഒരു യുക്തിവാദി ആയതിൻ്റെ പേരിൽ അങ്ങനെ നന്നാവുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവ യഥാർത്ഥത്തിൽ എന്തില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഈ അർത്ഥത്തിൽ എല്ലാ തലങ്ങളിലും മനുഷ്യ ജീവിതത്തിൽ നന്മ തിന്മ ഇത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യുക്തിവാദത്തിൻ്റെ മാത്രം വിഷയമല്ല, വേറെ ഏത് ഇതിനെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും മനുഷ്യനെ ഈ തിന്മയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് തടയുന്ന പ്രകൃതം മറ്റ് ദർശനങ്ങൾക്ക് അർത്ഥത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ എൻ്റെ ഒരു അറിവിലില്ല. ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനതിൻ്റെ പ്രസക്തി ഉണ്ട്. അതിൽ ഇപ്പം അവസാനിപ്പിക്കുമ്പോൾ ഇപ്പം പല രൂപത്തിൽ ഈ സംസാരമടക്കം കേൾക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ പല രൂപത്തിലുള്ള വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ വളരെ ഹെയ്റ്റോടുകൂടി പല ഭാഗത്തുനിന്ന് യൂസ് ചെയ്യപ്പെടുന്ന ഹെയ്റ്റ് കൺസ്യൂം ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരോട് നമുക്ക് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എന്നാൽ വളരെ സത്യസന്ധമായി സത്യം എന്താണെന്ന് അറിയണം എന്നാഗ്രഹിക്കുന്ന ആ സത്യാന്വേഷികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ആയിരിക്കാം അവരുടെ മനസ്സിലുണ്ടാവുക. ചില സംശയങ്ങൾക്ക് പിന്നെ ഒരു ഉത്തരം കിട്ടാത്തതായിരിക്കാം അവരുടെ ഒരു പ്രതിസന്ധി ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതാണെന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ പല ഫേസുകളിൽ നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവാം. അത്തരക്കാരായ ആളുകളോടെല്ലാം ഒരു അവസാനമായിട്ട് എന്താണ് ഒരു ഇങ്ങനെയുള്ളൊരു സത്യാന്വേഷണ വഴിയിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലക്ക് ആ സത്യാന്വേഷണത്തിൻ്റെ വഴിയിൽ എന്ത് നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന വിഷയത്തിലൊക്കെ എന്താണ് ഒരു അവസാനമായിട്ട് പറയുന്നത്? അതിൽ അവസാനമായിട്ട് പറയാനുള്ളത്, അതായത് ഈ സത്യത്തെ പ്രതിനിധീകരിച്ച ഈ പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. അവരൊക്കെ ഈ മനുഷ്യരുടെ പിറകെ നടന്നുകൊണ്ട് യാ കൗമി, അതായത് സ്വന്തത്തിലേക്ക് ചേർത്ത് വിളിച്ചുകൊണ്ട് അവരിവരെ ഉപദേശിക്കായിരുന്നു. മാത്രമല്ല അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചരിത്രത്തിലുണ്ട് പ്രവാചകൻ യഥാർത്ഥത്തിൽ അസ്വസ്ഥപ്പെട്ടിരുന്നത്. അവിടെ ആദ്യകാലത്ത് പിന്നെ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമാകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. അതിലല്ല പ്രവാചകൻ അസ്വസ്ഥ ഉണ്ടായത്. അതേസമയത്ത് പ്രവാചകൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെട്ടത് ഈ സത്യം അറിയാതെ വഴികേടിൽ ജീവിക്കുന്ന മൊത്തം തൻ്റെ ജനതയെ ആലോചിച്ചിട്ടാണ്. അതിൻ്റെ പേരിലുള്ള അസ്വസ്ഥ പ്രവാചകൻ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ആ ഈയാമ്പാറ്റകൾ അങ്ങനെ വിളക്കിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ ഞാൻ അതുപോലെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവത്തിൽ പിന്നെ സൂക്തവും അവതരിക്കപ്പെടുന്നുണ്ട്. അപ്പം അത്രത്തോളം പ്രവാചകൻ പിന്നെ ഈ മനുഷ്യരിങ്ങനെ വഴിതെറ്റി ജീവിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അത് ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ തീരുന്നതല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ സത്യമാർഗത്തിൽ പീഡനങ്ങൾ പ്രയാസങ്ങൾ ഇതൊരു വിഷയമല്ല. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗ്ഗമാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അതല്ല. അപ്പോൾ അവരുടെ ഒരു നാളെ എന്തെന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന് ശരിക്കും അറിയാം. അതുകൊണ്ടുണ്ടാകുന്നൊരു അസ്വസ്ഥ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം നശ്വരമാണ്, അനശ്വരമായൊരു ജീവിതം വരാൻ, അതാണ് യഥാർത്ഥ ജീവിതം. ഇത് ഖുർആനും വേദങ്ങളും പ്രവാചകന്മാരൊക്കെ മനുഷ്യരോട് പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ളവർ പിന്നെ ആലോചന അത് കൃത്യമായി ബോധ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളത്. അത് മനസ്സിലാവുന്നതോടുകൂടിയാണ് ഇത് ലക്ഷ്യം കൃത്യമാകുമ്പോഴാണ് മാർഗം എന്താവുന്നത് ശരിയാവുക. അപ്പോൾ ആ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ പലപ്പോഴും അത് പിന്നെ ഉണ്ടല്ലോ പല സ്വഭാവത്തിൽ അതിനെക്കുറിച്ച് ആലോചനകളും ചിന്തകളും. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ജീവിതം എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പോൾ ദൈവവിശ്വാസമൊക്കെ ഉണ്ടാവും പലർക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാലൊരു ജീവിതം ആരപ്പോൾ അവിടെ പോയി വന്നവർ ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് അതിനാണല്ലോ ആളുകൾ അതിൽ എന്തുണ്ട് അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അവ്യക്തതയാണ്. അപ്പോൾ ശരിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ശരിക്ക് രണ്ട് തരത്തിലുള്ള കഴിവുകളുണ്ട്, സവിശേഷ കഴിവുകൾ. ആ കഴിവുകളിൽ ഒന്ന് ഈ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്തലാണ്. നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അങ്ങനെയാണ് നമ്മൾ സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ അറിയുന്നത്. ഇതുപോലെ മനുഷ്യൻ്റെ മറ്റൊരു കഴിവാണെന്ത്, ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവ്. അതിപ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഭൂമിയിൽ മഴ പെയ്യാനുള്ളൊരു സാധ്യത ഇത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് മനുഷ്യൻ ചിന്തിച്ചാൽ പിന്നെ ഈ ലോക ജീവിതത്തെ ശരിക്കും നിരീക്ഷിച്ചാൽ ഇവിടുത്തെ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് ഈ ലോക ജീവിതം ഇവിടേക്ക് വേണ്ടിയല്ല.
വേറൊരു ഘട്ടത്തെ കൂടി കണ്ടുകൊണ്ടാണ് എന്ന് മനസ്സിലാവും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കർമ്മജീവിതം ഉണ്ടല്ലോ, ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു കർമ്മരഹിത ജീവിതമായിരുന്നു 10 മാസക്കാലം മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ജീവിതം. ആ ഗർഭാശയത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഗർഭാശയത്തെ മാത്രം കണ്ടുകൊണ്ടല്ല. കാരണം ഇപ്പോൾ അവിടെ കണ്ണുകൾ ഉണ്ടാവുന്നത് കാണാനാണ്, വെളിച്ചത്തിൽ കാണാനാണ്. പക്ഷെ അവിടെ എന്തില്ല, വെളിച്ചമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സൃഷ്ടിപ്പ് അവിടേക്കല്ല, മറ്റൊരു ഘട്ടം വരാനിരിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ. അതുപോലെ ഇപ്പോൾ കാലുകൾ നടക്കാനാണ്, കാതുകൾക്ക് ഓരോന്നെടുത്ത് നോക്കിയാലും. അപ്പോൾ ആ ഗർഭാശയത്തെ കണ്ടുകൊണ്ടല്ല ശരിക്ക് കർമ്മരഹിത ആ ഗർഭാശയ ലോകത്തെ സൃഷ്ടിപ്പ് നടക്കുന്നത്, മറ്റൊരു ലോകത്തെ കണ്ടുകൊണ്ടാണ്, കർമ്മജീവിതത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെയാണ് രണ്ടാം ഘട്ട ആണല്ലോ ഈ പറയുന്ന കർമ്മജീവിതം. അപ്പോൾ ഈ കർമ്മജീവിതത്തിലേക്ക് വന്നാൽ മനുഷ്യൻ ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൽ ശരി തെറ്റ് നന്മതിന്മ, കാരണം ധർമാധർമ്മ ബോധമുണ്ട് മനുഷ്യൻ, അതുകൊണ്ട് കർമ്മത്തിൽ എന്തുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് മനുഷ്യന് നീതിബോധം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ നീതിബോധത്തിൻ്റെ ഒരു തേട്ടം അനുസരിച്ച് ഒരു സൽക്കർമ്മിക്ക് ലഭിക്കേണ്ടത് എന്താണ്? ശിക്ഷയല്ല, അതിന് പകരം രക്ഷയാണ്. അല്ല, ഒരു ദുഷ്കർമ്മിക്ക് ലഭിക്കേണ്ടത് പിന്നെ ശിക്ഷയാണ്, രക്ഷയല്ല. ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് അനീതിയല്ല, നീതിയാണ്. ഇതിപ്പോൾ ഏത് അക്രമിയും സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ ഒരു നീതിബോധത്തിൻ്റെ തേട്ടാണ്. അപ്പോൾ പക്ഷേ ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെ നീതിബോധത്തിൻ്റെ ഈ തേട്ടത്തെ പൂർത്തീകരിക്കാൻ ഈ ലോകത്ത് ഈ സംവിധാനം ഉണ്ടാവില്ല. അത് കുറ്റമറ്റൊരു നീതി ഈ ലോകത്ത് അസാധ്യമാണ്. ഇതുപോലെ വെച്ചാൽ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം, അത് ഗർഭാശയത്തിൽ നടക്കുന്നില്ല എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ തേട്ടം പൂർത്തീകരിക്കാൻ ഇവിടെ എന്തില്ല, ഇവിടെ അതിനൊരു സംവിധാനം ഇല്ല. അപ്പോൾ അതിന് സാധാരണ പറയലുള്ള ഒരു ഉദാഹരണമുണ്ട്. പിന്നെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിനകത്ത് അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഓടിക്കയറുകയെന്ന് സങ്കല്പിക്കുക. അങ്ങനെ അദ്ദേഹം കയറി രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അഗ്നി ആളിപ്പടർന്ന് അദ്ദേഹം അതിൽ മരണപ്പെട്ടു പോയി. ഇങ്ങനെ സംഭവിക്കും. നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ മരിക്കലുണ്ട്. ഇപ്പോൾ മറ്റൊരു സംഭവം, പിന്നെ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി പിന്നെ ആ വീട്ടിലുള്ള ഉടമസ്ഥനെയും വീട്ടിലുള്ള ആളുകളെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തി സാധ്യമാകുന്ന അത്ര സമ്പത്തൊക്കെ വാരിക്കൂട്ടി ഇറങ്ങി ഓടുമ്പോൾ ഒരു കിണറ്റിൽ വീണ് മരണപ്പെട്ടു വന്നു. അങ്ങനെ സംഭവിക്കും. നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും മരിക്കും. അതിൻ്റെ അർത്ഥം മരണം ഒരു വിപത്തല്ല. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ഈ പറയുന്ന 2 സംഭവത്തിൽ 3 കാര്യങ്ങൾ മനുഷ്യൻ ആവശ്യപ്പെടുന്നുണ്ട്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. ഒന്നാമത്തെ സംഭവത്തിൽ പിന്നെ മരണപ്പെട്ടു എന്നത് ശരിയാണ്. ആ സംഭവത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷേ ആ സംഭവത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ നന്മ ചെയ്തൊരു മനുഷ്യനുണ്ടല്ലോ, ജീവൻ ത്യജിച്ച അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഫലം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ പരിഹാരമൊന്നുമില്ല. പരിഹാരം പിന്നുള്ളത് മരണാനന്തര ബഹുമതിയാണ്. അതിപ്പോൾ മരിച്ചുപോയ ഒരാൾക്ക് ഇവിടെ ബഹുമതി കൊടുത്തിട്ട് എന്തില്ല, ഒരു കാര്യമില്ല. അപ്പോൾ കണ്ണിൻ്റെ തേട്ടമാണ് നോട്ടം, അത് ഗർഭാശയത്തിൽ നടക്കുന്നില്ല എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ തേട്ടം ഇവിടെ ഇതാവുന്നില്ല ഈ ലോകത്ത്. അപ്പോൾ ഇത് നടപ്പിലാവുന്ന മറ്റൊരു ഘട്ടം എന്തുകൊണ്ടുണ്ടാവില്ല. ഇതുപോലെ രണ്ടാമത്തെ സംഭവത്തിൽ 2 കാര്യം നടക്കണമല്ലോ. ഒന്ന്, നിരപരാധികളായ കുടുംബാംഗങ്ങൾക്ക് നീതി കിട്ടണം, അക്രമിയായ കള്ളന് ശിക്ഷ കിട്ടണം. പക്ഷേ 2 കൂട്ടരും മരണപ്പെട്ടു പോയി. നാട്ടുകാർ വന്ന്, പോലീസ് വന്ന് കള്ളൻ്റെ ശവം പുറത്തെടുത്തു എന്ന് വിചാരിക്കുക. ആ ശവത്തെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം കള്ളൻ ചത്തുപോയി എന്നാണ് പറയുക, സത്തുപോയി എന്നാണ് യഥാർത്ഥത്തിൽ അതിന് പറയുന്നത്. കള്ളൻ പോയിരിക്കുന്നു. അപ്പോൾ ഈ കള്ളന് ശിക്ഷ കിട്ടേണ്ടതുണ്ട്. പക്ഷേ ഈ ലോകത്ത് എന്തില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇത് പൂർത്തിയാകുന്ന ഒരു 3-ാം ഘട്ടം ഉണ്ടാവാനുള്ള സാധ്യതയെ നിരാകരിക്കാൻ കഴിയില്ല. അതേസമയത്ത് അത് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് സത്യസന്ധരായ പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ് എന്നതുകൊണ്ട് ഈ കാര്യത്തെ നിസ്സാരമായിട്ടല്ല കാണേണ്ടത്. അതാണ് ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അങ്ങനെയുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മനുഷ്യൻ്റെ ഐഹികമായ കേവല ഇതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, മൊത്തം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഇഹലോകവും പരലോകവും ആയി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഇതിനെന്ത് ചെയ്യണം, കുറച്ച് ഗൗരവത്തിൽ സമീപിക്കേണ്ടതുണ്ട്, പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ഒരു ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു ചിന്തയിലൂടെയുള്ള ഒരു യാത്ര ആയിരുന്നു. നമുക്ക് വളരെ ആഴത്തിലുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് ഈ ഒരു സംസാരത്തിലൂടെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും സംസാരങ്ങളും എല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ ആ മേഖലയിൽ ആളുകൾക്ക് വെളിച്ചമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്തരത്തിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളുമെല്ലാം കൂടുതൽ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോകളിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.